ഹായ് കൂട്ടുകാരെ, ചക്കപ്പപ്പടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു മുറം ചക്ക ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല. ഇത് നല്ല പോലെ വേവിക്കണം, വെന്തളിയണം. അപ്പം ഞാൻ എൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. 1/4 പാത്രത്തോളം വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ചക്കപ്പപ്പടത്തിനായിട്ടുള്ള ചക്ക എടുക്കുമ്പോൾ ഏത് ചക്ക വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. നല്ല സ്വർണ്ണ നിറമുള്ള ഒരു ചക്കയാണിത്. ഇത് ഏകദേശം ഒരു മധുരം വയ്ക്കുന്ന ഒരു പ്രായത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ പപ്പടത്തിന് ഒരു മധുരം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട വെള്ളം തിളച്ചു തുടങ്ങി. ഞാൻ ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കണം. നല്ല പോലെ വേവണം. ഇത് വെള്ളം ഏറാനും പാടില്ല. ഈ വെള്ളമാണ് ഇതിന് പാകം. ഒരു മുറം ചക്കയ്ക്ക് ഈ ഒരു പാത്രത്തിന് 1/4 പാത്രം വെള്ളമാണ് എൻ്റെ അളവ്. മുഴുവൻ ചക്കയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ അടച്ചു വേവിക്കാം. ഇപ്പം ചക്ക മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈ മഞ്ഞപ്പൊടിയും ഉപ്പും എത്തും വിധം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം അടച്ച് വേവിക്കാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെന്ത് തുടങ്ങിയിരിക്കുന്നു. വെന്തിട്ടില്ല അപ്പോഴും. ഞാനിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് വീണ്ടും. ഇപ്പോൾ പാതി വെന്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം വറ്റുമ്പോഴേക്കും ഇത് കുഴഞ്ഞിട്ടുണ്ടാവും. വെന്ത് കുഴയണം. ഇനി ഇത് തുറന്ന് വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചക്ക വെന്ത് കുഴയിൽ തുടങ്ങി. നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വെള്ളം പൂർണ്ണമായും വറ്റി അടി പിടിക്കും. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ചും കൂടി വെള്ളം വറ്റാണ്ട് വറ്റിക്കഴിയുമ്പം നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ചക്ക വെന്ത് കുഴഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി തൂവി കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു മണത്തിന് വേണ്ടിയാണ്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതും നിർബന്ധമില്ല. വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉണ്ടെങ്കിൽ തന്നെ പപ്പടം നല്ല ടേസ്റ്റായിട്ട് വരും. ഇതൊക്കെ ഇട്ട് ഇളക്കുകയാണ് ഞാൻ നല്ല പോലെ. അതിൻ്റെ വെള്ളം ഒരു 90% വറ്റിക്കഴിഞ്ഞു. ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. ഒരു ചെറിയ ഈർപ്പമേ പോളൂ, വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു. ഇനി ഇത് നല്ല പോലെ തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിൽ നല്ല പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ചക്ക ഇപ്പോൾ ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഇളം ചൂടുണ്ട്. ഇത് നമുക്ക് കുറച്ചായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നിങ്ങോട്ട് കറക്കിയ ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അത് വീണ്ടും കറക്കണം. അങ്ങനെ നല്ല പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സി കേട് വരാതിരിക്കാൻ കുറച്ചായിട്ടേ അരയ്ക്കാൻ പാടുള്ളൂ. ഒന്നിങ്ങോട്ട് കറക്കി അപ്പം തന്നെ നിർത്തണം, അല്ലെങ്കിൽ മിക്സിയുടെ അടപ്പ് തെറിച്ച് പോകും. പണ്ടൊക്കെ ആട്ടുകല്ലിലാണിത് അരച്ചെടുത്തിരുന്നത്. അപ്പോൾ വളരെ എളുപ്പമായിരുന്നു, ഒന്നിച്ച് കൊട്ടി അരയ്ക്കാമായിരുന്നു. അപ്പോൾ ഇപ്പോഴൊക്കെ അതിനുള്ള സൗകര്യം പല വീട്ടിലും ഉണ്ടാവില്ല. മിക്സിയിൽ തന്നെ അരയ്ക്കാം. ഇങ്ങനെ ഈ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് വേണം നിങ്ങൾ അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ മിക്സി കേടുവന്നു പോകും. ഓരോ സെക്കൻഡും നിർത്തിയിട്ട് വേണം അരയ്ക്കാൻ, അല്ലെങ്കിൽ ചാടിപ്പോവും. അപ്പോൾ ഇത് നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം മുഴുവൻ ചക്കയും ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞു. വളരെ ക്ഷമയോടുകൂടി വേണം
ഈ ഒരു പപ്പടം ഉണ്ടാക്കൽ പ്രക്രിയ ചെയ്യാൻ നല്ല ക്ഷമ ആവശ്യമാണ്. അതും നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ, നല്ല വെയിലുള്ള സമയങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിൽ കായം നിർബന്ധമില്ല, ചിലർക്കത് ഇഷ്ടപ്പെടില്ല. എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്തിയാൽ മതി. കാരണം ഇത് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ കായത്തിൻ്റെ ഒരു മണം വരും. അത് ചക്കയുമായി ചേർന്നിട്ട് വേറൊരു സ്മെല്ലാണ് അനുഭവപ്പെടുക. പക്ഷേ ഇത് പൊരിച്ച് കഴിയുമ്പോൾ ആ മണമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജീരകവും എള്ളും ആണ്. അതിനുശേഷം ഇത് നല്ല പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക അരച്ചതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മതിയാകും, അല്ലെങ്കിൽ അതിന് ഒരു കയ്പ്പ് വരും. ഇനി ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതും ഒരു ടീസ്പൂൺ അളവിൽ മതിയാകും. ഇനി ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇത് നല്ലൊരു മഞ്ഞ കളറാണ്. അതിന് കാരണം ഇത് ചെനച്ച ചക്കയാണ്, പഴുക്കാനായ ചക്കയാണ്, നല്ല മൂത്ത ചക്കയാണ്. ഇളം ചക്കകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് വെളുത്ത കളറായിരിക്കും, ടേസ്റ്റും കുറവായിരിക്കും. ഇത് നമുക്ക് നല്ലപോലെ കൈവച്ച് തന്നെ കുഴച്ചെടുക്കാം. ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാനും മറക്കണ്ട. ഞാനിപ്പോൾ വാഴയുടെ തളിരല്ലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ പപ്പടം പരത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പരത്താൻ എളുപ്പമായിരിക്കും. മാത്രമല്ല ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഇല്ല, എണ്ണയുടെ ഒരു സാന്നിധ്യം കൊണ്ട്. ഇങ്ങനെ നമുക്കിത് മൊത്തം ഈ ഷീറ്റിൽ പരത്തിയെടുക്കാം. ഇപ്പം ഞാനിത് മൊത്തം പരത്തിയെടുത്ത് കഴിഞ്ഞു. ഇതിൽ എണ്ണ കുറയുമ്പോൾ ഇതിൽ എണ്ണ പകർന്നു കൊടുക്കാൻ മറക്കരുത്. ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ പകർന്നു കൊടുക്കണം ഇലയിൽ. എന്നിട്ട് വേണം ഇതിങ്ങനെ നീക്കി എടുക്കാൻ. ഒരുപാട് കട്ടി കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. എണ്ണയിലിട്ടതും കരിഞ്ഞു പോകും പപ്പടം. അതുകൊണ്ട് കുറച്ചൊക്കെ കട്ടി ആവശ്യമാണ്. അപ്പോൾ ഇത് മുഴുവനായും പരത്തി കഴിഞ്ഞു. ഒരു 2 തവി കൂട്ടാണ് ഇതിൽ ഒരു ഷീറ്റിൽ കൊള്ളുക. ഇനി ഇത് നമുക്ക് ഉണങ്ങി കഴിയുമ്പം മുറിച്ചെടുത്ത് കാച്ചിയെടുത്താൽ മതിയാകും. ഇനി ഇത് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം. ഇപ്പം ഞാൻ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. നല്ലൊരു കളറിലാണ് പപ്പടം ഉണങ്ങാൻ തുടങ്ങുന്നത്. നല്ല വെയിലാണ് മുറ്റത്ത്. ഇത് 3 ദിവസം വരെ വെയിലത്ത് ഉണക്കിയെടുക്കണം. ഉച്ച സമയമാകുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഉണങ്ങിയിട്ടുണ്ടാവും ഒരുവിധം. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കത്തി കൊണ്ട് കീറി അടയാളമിടാം. അങ്ങനെയാവുമ്പം ചട്ടുകം കൊണ്ട് മറിച്ചിട്ടാൽ കാച്ചിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഓരോ പപ്പടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കത്തി കൊണ്ട് കീറിക്കൊടുത്താൽ മതിയാകും. അപ്പോൾ സ്വാദിഷ്ടമായ ചക്കപ്പപ്പടം ഉണങ്ങാനിട്ടിരിക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങി നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായ ശേഷം പൊരിച്ചെടുക്കാം. മഴക്കാലത്തേക്ക് എടുത്തു വയ്ക്കാം. പക്ഷേ ചക്ക കൊണ്ടാട്ടം പോലെയല്ല ചക്കപ്പപ്പടം, എളുപ്പം പൂത്തുപോകും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇത് ഉണക്കിയെടുക്കണം. മാത്രമല്ല പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുകയും വേണം, അല്ലെങ്കിൽ കുപ്പിയിൽ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് എടുത്തു നോക്കണം. കാരണം ഇതിൽ കുറച്ച് എണ്ണ കലരുന്നത് കൊണ്ടാണ് ആ പൂപ്പ് വരുന്നത്. എണ്ണയില്ലാതെ ഇത് പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇനി ഓരോ പപ്പടമായി വാഴയിലയിലും ഇതുപോലെ ചെയ്യാം. അപ്പം നമുക്ക് കത്തിയെടുത്ത് മുറിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പണിയാവുമ്പം എളുപ്പമാണ്, വേഗം നമുക്ക് പണി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.